PM ശ്രീയെ ചൊല്ലി LDF-ൽ അസാധാരണ പ്രതിസന്ധിയും പിരിമുറുക്കവും വന്നിരിക്കുകയാണ്. PM ശ്രീയുമായി മുന്നോട്ടാണെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറണ്ട എന്നുമാണ് CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ചർച്ച നടത്തും. പദ്ധതിയിൽ ഒപ്പിടാനുള്ള കാരണങ്ങൾ CPI ധരിപ്പിക്കും. LDF യോഗം വിളിച്ചു ചേർക്കാനും ധാരണയായിട്ടുണ്ട്. TV പ്രസാദും റഹീസ് റഷീദും PR സുനിലും K സജീഷും വിവരങ്ങളുമായി. ആദ്യം TV പ്രസാദിലേക്കാണ്. പ്രസാദ്, ആദ്യം CPM സെക്രട്ടേറിയറ്റിൽ നടന്നതെന്ത്? പിന്നോട്ട് പോകാനാവില്ല, ഒപ്പിട്ടുപോയി, ഇനി മുന്നോട്ട് തന്നെ, അത് CPIയെ ധരിപ്പിക്കുക, CPIയെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയുള്ള പ്രതികരണങ്ങൾ ചർച്ച നടത്തുക, ഇതാണോ ആലോചന? ഇന്ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴയിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ടാണ് അസാധാരണമായി ഇന്ന് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തത്. സ്മൃതി, അതിൽ മുഖ്യമന്ത്രിയും CPIഎം ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് PM ശ്രീ മാത്രം അജണ്ടയാക്കിക്കൊണ്ട് യോഗം വിളിക്കുകയായിരുന്നു. ഇന്നത്തെ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് പദ്ധതിയുമായി CPIഎം മുന്നോട്ട് പോകും, സർക്കാർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പക്ഷേ ഇക്കാര്യം അത് CPI നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPIഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നത് എന്ന രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തും, അത് സംസാരിക്കും, അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, LDF യോഗം എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർക്കാനുള്ള തീരുമാനവും ഉണ്ടാകും. LDF കൺവീനർ മറ്റ് കക്ഷികളുമായി ആലോചിച്ച ശേഷം ഉടനടി തന്നെ തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇനി അറിയേണ്ടത് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിയുന്നത് വരെയാണ് ഇന്ന് CPI നേതാക്കൾ കാത്തിരുന്നത്. രാവിലെ 10 മണിക്ക് നിശ്ചയിച്ച യോഗം രാവിലെ 11:30 കഴിഞ്ഞിട്ടും എക്സിക്യൂട്ടീവ് യോഗത്തിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം CPIഎം എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അധികം വൈകാതെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തിച്ചേരും. ആലപ്പുഴയിൽ ഗസ്റ്റ് ഹൗസിൽ CPI നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അതായത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയും CPI നേതാക്കളുമുള്ള കൂടിക്കാഴ്ച നടക്കും. അങ്ങനെയെങ്കിൽ CPIയുടെ ആശങ്ക മുഖ്യമന്ത്രിയെ അറിയിക്കും. മുഖ്യമന്ത്രി എന്തുകൊണ്ട് പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നു എന്ന് CPI നേതാക്കളെ അറിയിക്കും. പക്ഷേ അതിനു മുമ്പ് യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് CPI നേതാക്കളെ കുഴക്കുന്നത്. കാരണം CPIയോട് ചോദിക്കാതെ പറയാതെ മന്ത്രിസഭയിൽ വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് പാലിക്കപ്പെട്ടില്ല. LDFൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു, അതും ചർച്ച ചെയ്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യം ഇപ്പോൾ സന്തോഷ് കുമാർ പ്രതികരിക്കുന്നു. നല്ല വാർത്തകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ല വാർത്ത എന്ന് പറയുമ്പോൾ വേറെ മുന്നണിക്കൊരു പ്രശ്നമില്ലാത്ത അങ്ങനെയല്ല, നല്ല വാർത്തകൾ വരും. CPIക്ക് നല്ല വാർത്തയോ അതോ ഇടതുമുന്നണിക്ക് നല്ല വാർത്തയോ? നല്ല വാർത്ത. ആർക്ക് നല്ല വാർത്തയോ? CPIക്കാണോ ഇടതുമുന്നണിക്ക്? അതൊന്ന് പറ. നല്ല വാർത്ത CPIക്കാണോ നല്ല വാർത്ത, ഇടതുമുന്നണിക്കാണോ നല്ല വാർത്ത? അല്ല, ഇപ്പൊ സെക്രട്ടറി ഇറക്കി വരുന്നുണ്ട്, സെക്രട്ടറിയോട് ചോദിക്കുന്നതാണ്. അല്ല, അതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞല്ലോ. ഇല്ല, മീറ്റിംഗ് കഴിഞ്ഞില്ലല്ലോ. അല്ല, സെക്രട്ടറി മീറ്റിംഗ് തുടങ്ങുന്നേ ഉള്ളൂ. ഇല്ല, മീറ്റിംഗ് തുടങ്ങുന്നേ ഉള്ളൂ. നല്ല വാർത്ത വരും എന്നൊരു പ്രതികരണമാണ്. വിട്ടു പറയുന്നില്ല. നല്ല വാർത്ത വരുമെന്ന് പറയുമ്പോൾ നിലപാടിൽ ഉറച്ചുള്ള വാർത്ത വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സന്തോഷ് കുമാർ നേരത്തെ കടുത്ത പ്രതികരണങ്ങൾ നടത്തിയ CPI നേതാവാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നല്ല വാർത്ത എന്നുണ്ടെ ഉദ്യോഗം അവിടെ വിടുകയാണ്. റഹീസ്, ഇപ്പോൾ CPI സെക്രട്ടേറിയറ്റ് തുടരുക തന്നെയാണ്. സന്തോഷ് കുമാർ ഇറങ്ങിയെന്ന് മാത്രമാണോ മനസ്സിലാക്കേണ്ടത്? തീരുമാനമായോ? ഫൈനലായോ? ഒരു കമ്മിറ്റി കൂടാൻ ഫൈനൽ ധാരണ എത്തിയിട്ടുണ്ടാവില്ല. കമ്മിറ്റി കൂടാൻ പോകുന്നേ ഉള്ളൂ. CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ സത്യൻ മൊഗേരി കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം തീരുമാനം. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി ഏത് കമ്മിറ്റിയെ കുറിച്ചാണ് പറയുന്നത്? എക്സിക്യൂട്ടീവ് ചേരാൻ പോകുന്നേ ഉള്ളൂ എന്ന് അല്ലേ? കമ്മിറ്റിയെ കുറിച്ചാണ് സ്മൃതി പറയുന്നത്. എക്സിക്യൂട്ടീവ് ചേരാൻ പോകുന്നതേ ഉള്ളൂ. സ്മൃതി, എക്സിക്യൂട്ടീവിന്റെ കാര്യമാണ് നേതാക്കൾ പറയുന്നത്. അതായത് സെക്രട്ടേറിയറ്റിലെടുത്ത തീരുമാനം അന്തിമമായി നടപ്പിലാക്കേണ്ടത്, അതൊരു തീരുമാനമായി എടുക്കേണ്ടത്